السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നാം അധിവസിക്കുന്ന ഈ മഹത്തായ രാജ്യം UAE, അതിൻ്റെ പുരോഗതികളും ഉന്നതികളും കരസ്ഥമാക്കുന്നതും വളരെ നല്ല നിലയിൽ ഈ രാജ്യം നിലനിൽക്കുന്നതുമെല്ലാം കരുത്തുറ്റ ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ ഏത് സമയങ്ങളിലും ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സജ്ജരായ പ്രതിഭകളുടെ അങ്ങേയറ്റത്തെ പരിശ്രമങ്ങൾ കൊണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ്. ക്ഷേമ സമയങ്ങളിലും ക്ഷാമഘട്ടങ്ങളിലുമെല്ലാം അവസരോചിതമായി ഇടപെട്ടുകൊണ്ട് എല്ലാ നിലക്കും നമ്മുടെ ഈ രാജ്യത്തെ അതിൻ്റെ സുരക്ഷിതത്വവും അതിൻ്റെ സമതുലിതാവസ്ഥയും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ ഈ രാജ്യം വളരെ അഭിമാനകരമായി മാതൃകായോഗ്യമായ രൂപത്തിൽ ഇവിടെ നിലനിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടിൻ്റെ നേതാക്കൾക്കും ഇതിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. എപ്പോഴും ഒരേ രൂപത്തിലായിക്കൊള്ളണം എന്നില്ല നമ്മുടെ ജീവിതവും നമ്മുടെ കാര്യങ്ങളും. പലപ്പോഴും വളരെ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാവും. മറ്റ് ചില സമയങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടാകുന്ന പലവിധ സംഭവങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും. ഇവിടെയൊക്കെയും ക്ഷമയും തഖ്വയും മുറുകെ പിടിച്ചുകൊണ്ട് നിലകൊണ്ടാൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുകയും ആരെങ്കിലും നമ്മളെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അവരുടെ കുതന്ത്രങ്ങൾ പരാജയപ്പെടുകയും ചെയ്യും. അതാണ് വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വ ഇൻ തസ്ബിറു വ തത്തഖു ലാ യദുറുക്കും കൈദുഹും ഷൈഅ. നിങ്ങൾ ഓരോ സാഹചര്യങ്ങളിലും, അത് അനുകൂല ഘട്ടമാണെങ്കിലും പ്രതികൂല ഘട്ടമാണെങ്കിലുമെല്ലാം അതൊക്കെയും അള്ളാഹു കണക്കാക്കിയതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ക്ഷമ കൈക്കൊണ്ട് അള്ളാഹുവിന് തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ആരുടെയും കുതന്ത്രങ്ങൾ നിങ്ങൾക്ക് ഫലിക്കുകയില്ല. അതൊന്നും ഇവിടെ നടപ്പിലാവുകയില്ല. വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു തആല പറയുകയാണ്, നമുക്ക് പുരോഗതി കൈവരിക്കാനും ഉന്നതിയിലേക്ക് എത്താനും അള്ളാഹുവിൻ്റെ സഹായം മാത്രമാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹി അൽ അസീസിൽ ഹക്കീം. എല്ലാ സഹായവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. ബലില്ലാഹു മൗലാക്കും വഹുവ ഖൈറുൻ നാസിരീൻ. അള്ളാഹുവാണ് നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, നമുക്ക് സഹായങ്ങൾ നൽകുന്നത്, നമ്മുടെ ഓരോ പ്രതിസന്ധിയിലും നമ്മളെ രക്ഷപ്പെടുത്തുന്നത്, നമുക്ക് എല്ലാം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ള ആ വിശ്വാസം, അതാണ് നമുക്ക് വേണ്ടത്. ഇൻ യൻസുർക്കുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും. അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ പിന്നെ പരാജയപ്പെടുത്താൻ നമ്മുടെ നാട്ടിലായാലും നമ്മുടെ വ്യക്തി ജീവിതത്തിലായാലും നമ്മളെ
വീഴ്ത്തിക്കളയാൻ ആർക്കും സാധിക്കുകയില്ല. ഈയൊരു ചിന്തയും ആത്മധൈര്യവും അത് മുറുകെ പിടിച്ചുകൊണ്ട് കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുകയും നമ്മുടെ നാടും നമ്മുടെ എല്ലാ കാര്യങ്ങളും അത് ഉന്നതിയിലേക്കും പുരോഗതിയിലേക്കും തന്നെ എത്തുകയും ചെയ്യും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ആവശ്യമായ സമയങ്ങളിൽ ആവശ്യമായ സ്ഥലത്ത് ഇടപെടുകയും അതിന് രംഗത്തിറങ്ങുകയും ചെയ്യുക. ഏതെങ്കിലും അക്രമികൾ ആക്രമിക്കാൻ വന്നാൽ അതിനെ പ്രതിരോധിക്കുക. ഒരു കവി പറഞ്ഞതുപോലെ വഅന്നൽ മാനിഊന ഇദാ അറദ്ന വഅന്നൻ നാസിലൂന ബിഹൈഥു ശിഅ്ന. വേണ്ടി വന്നാൽ നമ്മൾ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. വഅന്നൻ നാസിലൂന ബിഹൈഥു ശിഅ്ന. എവിടെയാണോ നമ്മൾ വേണ്ടത് അവിടത്തേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും. ഹറസ്ന ജവ്വന ലമ്മ സദദ്ന സവാരീഖൽ ഉദാത്തിൽ ഗാദിരീന. ആരെങ്കിലും ആയുധങ്ങൾ കൊണ്ട് നമ്മളെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ച് നമ്മുടെ അന്തരീക്ഷത്തെ നമ്മൾ അതിൻ്റെ സമതുലിതാവസ്ഥയിലേക്ക് എത്തിക്കുകയും ഇവിടെ സുരക്ഷിതത്വവും സമാധാനവും നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും. ഖനത്നാ നസ്അലുൽ വഹാബ നസ്റ വ ഇന്നല്ലാഹ നാസിറുനാ യഖീന. ഇതൊക്കെയും അള്ളാഹുവിൽ നിന്ന് നമ്മൾ സഹായം ചോദിച്ചുകൊണ്ട് എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ച് ചെയ്യുന്നത് കൊണ്ടാണ്. ഇങ്ങനെ ആവശ്യാനുസരണം ഓരോ കാര്യങ്ങളിലും ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അള്ളാഹു നമ്മളെ പുരോഗതിയിലേക്കും ഉന്നതിയിലേക്കും തന്നെ എത്തിക്കും. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ ആഹദുല്ലാഹ അലൈഹി. അള്ളാഹുവുമായിട്ടുള്ള കരാറ് അത് നിലനിർത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നത് ഒരു മുഅ്മിനായ വിശ്വാസിയായ ഒരാളുടെ സ്വഭാവമാണ്. അതിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ കൂടി നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ പ്രതിബന്ധങ്ങളിലും പ്രതിസന്ധികളിലുമെല്ലാം അള്ളാഹുവിൻ്റെ സഹായത്തിൽ തവക്കുലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയും രംഗത്തിറങ്ങുകയും ചെയ്തപ്പോൾ എല്ലാ വിഷയങ്ങളിലും നമുക്ക് പുരോഗതി ഉണ്ടാവുകയും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും സമാധാനവും നിലനിർത്താൻ സാധിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാ നിലക്കുമുള്ള സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രാജ്യത്തെ ഇനിയും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അള്ളാഹു തആല എത്തിക്കുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.